ഇന്ന് നമ്മൾ എവൻഗേലിയൻ വായിച്ച വേദഭാഗം ഏതാണ്? കന്യമറിയാമിൻ്റെ പാട്ടാണ്. കന്യമറിയാം എപ്പോഴാണ് പാട്ട് പാടിയേ? എൻ്റെ സാഹചര്യം നിങ്ങൾക്കറിയാവോ? ഗർഭിണിയായ കന്യമറിയാം ഗർഭിണിയായ എലിസബത്തിനെ കാണാൻ പോയി, അല്ലേ? അതല്ലേ, ഗർഭിണിയായ എലിസബത്തിനെ കാണാൻ പോയി. അപ്പോൾ എലിസബത്ത് പറഞ്ഞു, എന്ത് പറഞ്ഞു? മേരി, നീ ആർ ദ മോസ്റ്റ് ബ്ലെസ്സഡ്, നീ ഭാഗ്യവതിയാടി എന്ന് പറഞ്ഞു. അല്ലേ? ശരിയല്ലേ? നിങ്ങളെന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? പറഞ്ഞു. അപ്പോൾ മറിയ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് പാട്ട് പാടി. ഈ പാട്ട് നമ്മൾ കുർബാനയില്ലാത്ത എല്ലാ ഞായറാഴ്ച ഈ പാട്ട് പാടും. എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവ്. അത് കാണാതെ നമുക്കറിയാം. അത് മനോഹരമായൊരു പാട്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായ മേരി പാടിയ വലിയ പാട്ടാണ്. ഈ പാട്ടിൻ്റെ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ ഒരു ജനറലൈസ് ചെയ്ത് പറയുകയാണ്. ഈ പാട്ടിൽ കൊയറുണ്ട്. ഈ കൊയറിൻ്റെ പാട്ടിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കേണ്ടത്? കൊയറ് വലിയ പ്രസംഗത്തേക്കാൾ ശക്തമാണ് പലപ്പോഴും, അല്ലേ? ശരിയാണോ? ആണെന്നാണ് എൻ്റെ വിശ്വാസം. പ്രസംഗത്തേക്കാൾ ശക്തമാണ് കൊയർ. നമ്മുടെയൊക്കെ എത്ര മനോഹരമായ പാട്ടുകളാണ് ഓരോ വർഷവും നമ്മൾ പാടുന്നത്, അല്ലേ? നമ്മൾ ഉണ്ടാക്കുന്നു, അത് കഴിയുമ്പോൾ ലോകം മുഴുവനും ആ പാട്ട് സ്വീകരിക്കുന്നു. വെച്ചാൽ ഈവൻ കാത്തലിക്സ്, ഓർത്തഡോക്സ്, എല്ലാ CSI എല്ലാവരും ഈ പാട്ടാണ് പാടുന്നത്. പിന്നെ പാടുന്നത് അത്ര മനോഹരമായ അർത്ഥവത്തായ ഗാനങ്ങളാണ് നമ്മൾ ലോകത്തിന് സംഭാവന ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനും സ്തോത്രം ചെയ്യുവാനും വളരെ വകയുണ്ട്, അല്ലേ? ഈ കൊയറിലൂടെ എന്താണ് സംഭവിക്കേണ്ടത്? അല്ലെങ്കിൽ കൊയർ മെമ്പേഴ്സ് ആരാകണം? ഇന്ന് അവർ ഡെഡിക്കേറ്റ് ചെയ്തു, അല്ലേ? അവർ വലിയൊരു പ്രസ്താവന നടത്തി. യേശുവാണ് എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷിതാവ്, അല്ലേ? ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്നിരിക്കുന്ന ഈ ശബ്ദം കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനെ പ്രഘോഷിപ്പാൻ ഉപയോഗിക്കും എന്നാണ് അത് ഡെഡിക്കേറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത്. അല്ലെങ്കിൽ ശ്രദ്ധിച്ചായിരുന്ന വാചകങ്ങളൊക്കെ ശ്രദ്ധിച്ചോ? വളരെ അർത്ഥവത്തായ വാക്കുകളാണ് ഉപയോഗിച്ചത്. ശരിയാണ്. പണ്ട് നടന്ന ഒരു കൊയറിനെ കുറിച്ചൊരു കഥയുണ്ട്. കഥയല്ല, നടന്ന സംഭവം. ഇംഗ്ലണ്ടിൽ ഒരു മത്സരം ഉണ്ടായിരുന്നു, കൊയറിന്. അത് വളരെ പ്രസ്റ്റീജിയസ് മത്സരമാണ്. കാരണം വളരെ പ്രധാനപ്പെട്ട പേര് കേട്ട എല്ലാ കൊയറും വന്ന് സംബന്ധിക്കും. അപ്പം അതിന് വലിയ സമ്മാനവും, അതിൽ സമ്മാനം കിട്ടുക എന്നൊക്കെ പറയുന്നതിന് വലിയ അംഗീകാരമായി കാണുന്ന ഒരു കൊയർ മത്സരമാണ്. അപ്പോൾ മത്സരം ക്രമീകരിച്ചു, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഭംഗിയായിട്ട് ക്രമീകരിച്ചു. അതിനകത്ത് പാടേണ്ടത് 23-ാം സങ്കീർത്തനമാണ്. എല്ലാവരും 23-ാം സങ്കീർത്തനം പാടുന്നു. അതാണ് ട്യൂൺ. അവർക്ക് ഉണ്ടാക്കാം, അവരുടെ ഇഷ്ടത്തിന് ട്യൂൺ ഉപയോഗിക്കാം. അതാണ്. എന്നാൽ സങ്കീർത്തനം 23 തന്നെ ആകണം. അത്രയാണ് മത്സരത്തിൻ്റെ ഇതാണ്, ഐറ്റം. അത് മാത്രമേ ഉള്ളൂ പ്രധാനപ്പെട്ട ഐറ്റം. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഇംഗ്ലണ്ടിലുള്ള വളരെ പ്രധാനപ്പെട്ട പേര് കേട്ട എല്ലാ കൊയറും വന്നിട്ടുണ്ട്. അതിന് ജഡ്ജായിട്ട് വളരെ പേര് കേട്ട ഒരു കൊയർ മാസ്റ്റർ, ഒരു മ്യൂസിക് മാസ്റ്റർ, ഡയറക്ടറാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ സഹായിക്കാൻ വേറെ 1-2 പേര്. അപ്പോൾ ഈ കൊയറുകാരെല്ലാം വളരെ ഭംഗിയായിട്ട് പാട്ട് പാടി. പിന്നെ എല്ലാവരും ആങ്ഷ്യസ്ലി വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്, അല്ലേ? അപ്പോൾ ഇതെല്ലാം മാർക്ക് വന്ന് ടാബുലേറ്റ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ കുറച്ച് സമയമുണ്ട്. എല്ലാവരും വളരെ ആങ്ഷ്യസ്ലി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ ആരണ്ടൊക്കെ പറഞ്ഞു, ഈ കൊയർ കണ്ടക്ടർ ഈ സാറിനോട് പറഞ്ഞു, സാറൊന്ന് പാടണം. അപ്പോൾ അദ്ദേഹം കുറച്ച് പ്രായമായി, 80 വയസ്സായി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ശബ്ദമൊക്കെ പോയി മക്കളെ, ഇപ്പോൾ പാടാനൊന്നും വയ്യ എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും കൂടെ നിർബന്ധിച്ചു, സാറ് പാടണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് ശ്രമിച്ച് നോക്കാം. പണ്ടത്തെ പോലെ പാടാനൊന്നും 80 വയസ്സായില്ലേ. അപ്പോൾ അദ്ദേഹം ഓർഗനിൻ്റെ അടുത്ത് പോയിരുന്ന് അദ്ദേഹം ഓർഗൻ വായിക്കുകയും പാട്ട് പാടുകയും ചെയ്തു. അദ്ദേഹവും 23-ാം സങ്കീർത്തനം തന്നെയാണ് പാടുകയും. പാട്ട് കഴിഞ്ഞപ്പോൾ ജനങ്ങൾ അന്യോന്യം പറഞ്ഞു, എന്താണ്? They know the psalm, he knows the shepherd. നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ അർത്ഥം പിടികിട്ടിയോ? എല്ലാ കൊയറുകാർക്കും സങ്കീർത്തനം നന്നായി അറിയാം. ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത്
ഇടയനെ അറിയാം. മനസ്സിലായോ? ഇത് പാട്ട് കേട്ടാൽ അറിയാം അല്ലേ? ഇതാണ് കൊയറിൻ്റെ വലിയ ചലഞ്ച് അല്ലേ? നമുക്ക് പാട്ട് പാടാനൊന്നും ബുദ്ധിമുട്ടില്ല. നിങ്ങളൊക്കെ നല്ലോണം പാടുന്ന ആൾക്കാർ നല്ല കേമായിട്ട് പാടിക്കും. ശബ്ദമൊക്കെ ഉയർത്തി, ശബ്ദം വായ തുറന്ന് ഹൃദയത്തിൽ ഇങ്ങനെ അടിത്തട്ടി നല്ലോണം പാടി, അതിന് സംശയമില്ല. പക്ഷെ ചോദ്യം മറ്റതാണ്. ഞാനല്ല പറയേണ്ടത്, ഇടവ ജനങ്ങളാണ് നമ്മളെക്കുറിച്ച് പറയേണ്ടത് അല്ലേ? അവർ പറയണം, യെസ് ദേ നോ ദ ഷെപ്പേർഡ്. ഞങ്ങളുടെ കൊയറിലുള്ളവർക്ക് തമ്പുരാനെ അറിയാം. അത് നമ്മുടെ വാക്കുകളിലൂടെ പ്രകടമാക്കി തീർക്കുമ്പോഴാണ് എന്തായിത്തീരുന്നത്? സംവേദനം നടക്കുന്നത് അല്ലേ? ജനങ്ങളിലേക്ക് ഇത് തന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവർ ദൈവമുള്ളവരാണ്, തമ്പുരാനെ അറിയുന്നവരാണ്. അവരുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നാണ്, അവരുടെ അനുഭവത്തിൽ നിന്നാണ് പാടുന്നത് അല്ലേ? നമ്മളെന്തെല്ലാം പാട്ടാക്കും പാടുക, എത്ര അർത്ഥവത്തായ പാട്ടാണ് പാടുന്നത്. അത് ചിലപ്പോൾ വെറും വായിൽ നിന്ന് മാത്രമാണ്, ഹൃദയത്തിൽ നിന്നല്ലാതെ ആണെന്ന് ഞാൻ പറഞ്ഞില്ല. ആയാലോ അത് ഇറ്റ്സ് എ വേസ്റ്റ്. നേരെ തിരിച്ചാണെങ്കിലോ, കേൾക്കുന്നവരിലേക്ക് ദൈവസ്നേഹത്തെ സംവേദനം ചെയ്യാൻ സാധിക്കും. ഇതാണ് അവർ പറഞ്ഞു, ദേ നോ ദ സാം ബട്ട് ഹി നോസ് ദ ഷെപ്പേർഡ്. എന്ത് വലിയ സംഭവമാണല്ലോ, എന്ത് വലിയ അർത്ഥവത്തായ ഒന്നാണ്. അപ്പം ഇന്ന് നമ്മൾ കന്യമറിയാമിൻ്റെ പാട്ടുപാടിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ കന്യമറിയാം ഭയങ്കര ഒരു പാട്ടാണ്. ഈ പാട്ടിൽ എന്താണ് കണ്ടൻറ്റ്, എന്തായിരുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒന്നാമതായിട്ട് ഈ കന്യമറിയാം ചെയ്തത് എന്താണെന്നറിയാമോ? പാട്ട് പാടിയപ്പോൾ കന്യമറിയാം ചെയ്തത് രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്ന അനുഭവം ആണ്. ആ പാട്ടിൻ്റെ ആദ്യം ഞാൻ രക്ഷിതാവിൽ സന്തോഷിക്കുന്നു എന്നാണ് ആദ്യത്തെ വാക്ക് അല്ലേ? പ്രൈസിങ് ഗോഡ് ഫോർ ഹിസ് സാൽവേഷൻ. രക്ഷയുടെ അനുഭവത്തിൽ എനിക്ക് രക്ഷ നൽകിയ കർത്താവിൽ ഞാൻ സന്തോഷിക്കും, ഞാൻ അവനെ പാടി മഹത്വപ്പെടുത്തുന്നു അല്ലേ? നമുക്ക് ആ കർത്താവിനെ പാടാനല്ല, അത് വേറെ എന്താ നോക്കുക, സ്തോത്രം പറയാനല്ല വേറെ പറ്റുമോ? അതാണ് പാട്ട്. നമ്മൾ വലിയ ശബ്ദമൊന്നും വലിയ സുന്ദരമായ ട്യൂണൊന്നും വെച്ചിട്ട് അല്ലായിരിക്കും പാടുന്നത്. എന്നാലും നമ്മൾ വെറുതെ പറയുന്നുണ്ടോ അല്ലേ? ഈ കർത്താവ് എന്നെ ചളിക്കുഴിയിൽ നിന്ന് പിടിച്ചുയർത്തിയിരിക്കുന്നു, എന്നെ രക്ഷിച്ചിരിക്കുന്നു, എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഇതിൽ കവിഞ്ഞ ഒരു ജീവിതാനുഭവ ലോകത്തിലില്ല അല്ലേ? വേറെ ഒന്നുമില്ല. നമ്മുടെ പാട്ടിൻ്റെ അടിസ്ഥാന ഘടകം അതാണ്. എന്താ? ഈ അനുഭവമില്ലാത്ത ഒരാൾക്കും ഒരു പാട്ടും പാടാൻ പറ്റത്തില്ല. പാട്ടൊക്കെ വരുമായിരിക്കും, നല്ല സുന്ദരമായിട്ട് പാട്ടൊക്കെ പാടാം. അപ്പോൾ കന്യമറിയാൻ പറഞ്ഞു, എൻ്റെ രക്ഷിതാവിൽ ഞാൻ രക്ഷിതാവായി ദൈവത്തിൽ ഉല്ലസിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്കത് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് എപ്പോഴും പറയാൻ പറ്റുമോ? സ്തോത്രം ദൈവമേ, നീ എന്നെ രക്ഷിച്ചതിനാൽ നിന്നെ സ്തുതിക്കുന്നു, നീ വീണ്ടെടുപ്പിൻ്റെ സന്തോഷം എനിക്ക് തന്നതിനാൽ സ്തോത്രം ചെയ്യാൻ സാധിക്കും, പറയാനായിട്ട് സാധിക്കുമോ? നമുക്ക് ഇന്നത്തെ വേദഭാഗം നമ്മോട് വെല്ലുവിളിക്കുന്ന ഒന്നാണ്. ഇതിൽ ഉല്ലസിക്കാൻ നമുക്ക് സാധിക്കുമോ? രക്ഷയിൽ സന്തോഷിപ്പാൻ, രക്ഷിതാവിൽ സന്തോഷിപ്പാൻ നമുക്ക് സാധിക്കുന്നു. രണ്ടാമതായിട്ട് ഈ പാട്ടിനകത്ത് വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുന്നു. ഒന്ന്, രക്ഷയിൽ സന്തോഷിക്കുന്നു, വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുന്നു. എന്ത് വൻ കാര്യങ്ങളാണ് ചെയ്തത്? ഈ സ്റ്റാൻലി ജോൺസ് പറയുന്നുണ്ട്, എന്താണെന്നറിയാം, വലിയ റെവല്യൂഷണറി സോങ്ങാണ് കന്യമറിയാം പാട്ട് പാടിയത്, വിപ്ലവാത്മകമായ പാട്ട്. അപ്പോൾ വലിയ പ്രവർത്തനം എന്ന് പറഞ്ഞത് വലിയ വിപ്ലവാത്മകമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അഹങ്കാരികളെ ചിതറിക്കുന്നു. അതൊരു മോറൽ റെവല്യൂഷനാണ്. ആരാ? ദൈവം അഹങ്കാരികളെ ചിതറിക്കുന്നു അല്ലേ? ശരിയാണ്, അത് ശരിയാ അല്ലേ? എപ്പോഴെങ്കിലും പൊട്ടും, എപ്പോഴെങ്കിലും പൊട്ടും. എന്താ അഹങ്കാരിക്കാൻ കാരണം?
എന്താ അഹങ്കരിക്കാൻ കാരണം? ഒരു 10 പുത്തം കിട്ടിയാലേ അല്ലേ, ഒരു ജീവിതത്തിൽ ഇത്തിരി സാമ്പത്തികമായി ഉയർന്നാൽ, അല്ലെങ്കിൽ മക്കളൊക്കെ നല്ല വിദ്യാഭ്യാസം, അപ്പോൾ നമ്മളങ്ങോട്ട് വലിയ ആൾക്കാരാണെന്ന് തോന്നും. അടുത്ത കാലത്ത് ഒരു കഥ വായിച്ചു, നല്ല രസകരമായൊരു കഥയാണ്. ഒരു കൊച്ചുകുട്ടി ഈ തഴപ്പായ നൂർത്താനായിട്ട് ശ്രമിക്കുകയാണ്. തഴപ്പായ എന്ന് പറഞ്ഞ് മനസ്സിലായോ? നിങ്ങൾ മനസ്സിലായി? അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ സൂത്രം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തഴപ്പായ എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ തഴപ്പായ ഇങ്ങനെ ചുരുണ്ടേ കിടക്കണേ എപ്പോഴും. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു? തഴപ്പായ നൂർത്താൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരു തരത്തൊന്ന് മറ്റേ തരത്തോട്ട് ഇങ്ങോട്ട് വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? ആ ചുരുണ്ട് പുറകിൽ അല്ലേ? അപ്പോൾ അങ്ങോട്ട് നിർത്താൻ തുടങ്ങി. അവിടെ എത്തിയപ്പോഴോ ഇത് വീണ്ടും ചുരുണ്ടു. അങ്ങനെ കുറേ നേരമായി കുട്ടി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് തൊട്ടടുത്തിരുന്ന അമ്മ എന്താണ് തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ ശ്രദ്ധിച്ചത് അപ്പോഴാണ്. ഈ കുട്ടി തഴപ്പായ നിർത്താൻ ശ്രമിക്കും. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? കസേര മാറ്റിയിട്ടിട്ട് കാലുകൊണ്ട് ആ തെറ്റത്ത് ചവിട്ടി. ഇപ്പം നിർത്തിയപ്പോഴോ നൂർന്നിരിക്കുന്നു. ശരി അല്ലേ? അപ്പോൾ കുട്ടി എന്ത് ചെയ്തു? കുട്ടി കണ്ടപ്പോൾ കുട്ടി കൈയടിച്ചു. എന്താ കൈയടിച്ചേ? ഞാൻ നേടിയെടുത്തിരിക്കുന്നു ഇല്ലയോ? ഞാൻ നേടിയെടുത്തിരിക്കുന്നു അതല്ലേ ആ കൊച്ചൻ്റെ കൈയടിയുടെ അർത്ഥം? പാവം കൊച്ചറിയുന്നുണ്ടോ അമ്മയുടെ കാലം അവിടെ ചവിട്ടിയത് കൊണ്ടായി നീർന്നതെന്ന്? ഉണ്ടോ? മിണ്ടുന്നില്ല ആരും. ഇല്ല. അതാ കർത്താവ് റെവല്യൂഷണറി അഹങ്കാരികളെ ചിതറിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ അഹങ്കാരത്തിൻ്റെ അടിത്തറ കാരണം തമ്പുരാൻ്റെ കാല് അവിടെ ചവിട്ടിയിരിക്കുന്നു എന്നുള്ളത് അറിയാത്തത് കൊണ്ടാണ്. എൻ്റെ മിടുക്ക് കൊണ്ട് ഞാൻ സമ്പാദിച്ചെടുത്തിരിക്കുന്നു അല്ലേ? എൻ്റെ മിടുക്ക് കൊണ്ട്, എൻ്റെ അധ്വാനം കൊണ്ട് വല്ലോ ഉണ്ടോ? ഒരു പനിക്കല്ല, അത് വല്ലതും ഉണ്ടോ? ഉണ്ടോ? കൂട്ടി വയ്ക്കും. ഒറ്റ പനി, ചെറിയ പനിയോ മതി, കഴിഞ്ഞു, തീർന്നില്ലേ? ഇതാ കർത്താവ് പറയുന്നത്, നീ അഹങ്കരിക്കണ്ട. കന്യമറിയാൻ പറയുന്നു, അഹങ്കാരികളെ റെവല്യൂഷണറി ആയിട്ട് ഭയങ്കര കാര്യമാണ് പറയണത്. അപ്പം നമ്മൾ ഈ അഹങ്കരിക്കേണ്ടവരല്ല, അഹങ്കരിക്കണില്ല. നമുക്ക് ഉയർച്ച എന്ന് തോന്നുന്നത് ഉണ്ടാകുമ്പോൾ എന്തുണ്ടാവണം? താഴണം, വിനയാന്വിതരാകണം, ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ സാധിക്കും. ദൈവമേ സ്തോത്രം, സ്തോത്രം. നടന്ന വഴികൾ എത്രയോ വ്യത്യസ്തം. ആ വഴികളിലൊക്കെ നീ കൈപിടിച്ച് നടത്തിയത് കൊണ്ടല്ലേ കർത്താവേ ഇന്നായിരിക്കുന്ന വിധത്തിൽ ഞാൻ ആയിരിക്കുന്നത്. തളർന്നു വീഴാതെ സൂക്ഷിക്കണേ. എല്ലാം കൃപ, എല്ലാം ദാനം അല്ലേ? അതില്ലാത്തവൻ അഹങ്കാരി അല്ലേ? ശരിയല്ലേ? ആ ഒരു ചിന്തയില്ലാത്തവനാണ് അഹങ്കാരിയാകുന്നത്. ആ ചിന്തയുള്ളവനോ എത്രമാത്രം ഉയരുന്നുവോ അത്രമാത്രം വിനയാന്വിതനാകും. ശരിയല്ലേ? അല്ലേ? ഇത് മറക്കുന്നവന് എന്തുണ്ടാവുന്ന പറഞ്ഞേ? തകർക്കുന്നവൻ. വലിയൊരു സത്യമാണ് കന്യമറിയാം തൻ്റെ പാട്ടിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് ഓർമ്മിപ്പിക്കുന്ന റെവല്യൂഷൻ എന്താണെന്നറിയാവോ? എളിയവരെ ഉയർത്തുന്നു. ഒരു സോഷ്യൽ റെവല്യൂഷനാണ് അല്ലേ? ശരിയല്ലേ പറയുന്നത്? ഇതൊന്നും നമുക്കിഷ്ടമില്ല എന്നുള്ള സത്യമാണ്. ഏതാ? എളിയവരെ ഉയർത്തുന്നതൊന്നും നമുക്കത്ര വലിയ തൃപ്തിയൊന്നും ഉള്ളതല്ല. ഉണ്ട്. ഇപ്പോൾ നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ സാധാരണ നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ഒരു വാചകമുണ്ട്. അധികം എപ്പോഴും എൻ്റെ തിരുമേനി പണിക്കാരെ കിട്ടാനേ ഇല്ല. സത്യമാണ് അല്ലേ? പണ്ട് കാലത്ത് ഞങ്ങളുടെ പറമ്പിൽ പണിയെടുത്തോളും, ഞങ്ങളുടെ പാത്രം കഴുകിയോളും, തുണി കഴുകിയോളും ഉണ്ടല്ലോ, അവളിപ്പോൾ വരുന്നില്ലെന്നേ. ഉള്ള പിള്ളേരാണ് പഠിച്ചൊന്നും പറഞ്ഞിട്ട്. എന്തോ ഒരു അഹങ്കാര. ചിലരൊക്കെ തല താഴുന്നുണ്ട്. എന്തോ ഒരു അഹങ്കാരം. ഇപ്പോൾ പണ്ട് കാലത്ത് അവർ കഷ്ടപ്പെട്ട് പണിതാണ്. അപ്പോൾ നമ്മുടെ പറമ്പിലും വന്നിട്ടുണ്ട്, പാടത്തുണ്ട്, നമ്മുടെ വീട്ടിൽ പാത്രം കഴുകിയിട്ടുണ്ട്, തുണി കഴുകിയിട്ടുണ്ട്, ഇതൊക്കെ ശരിയാണ്. എന്നിട്ട് കഷ്ടപ്പെട്ട് മക്കളെയൊക്കെ പഠിപ്പിച്ചു. അവരൊക്കെ ഉയർന്ന് നല്ല ജോലിയൊക്കെ കിട്ടിയപ്പോൾ അവർ അപ്പനോടും അമ്മയോടും പറഞ്ഞു, ഇത്ര നാൾ നിങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചില്ലേ, ഇനി നിങ്ങൾ ജോലിക്കൊന്നും പോകണ്ട, ഞങ്ങൾ നിങ്ങളെ
നോക്കിക്കോളാം. അല്ലേ? അതുകൊണ്ടാണ് അപ്പം ജോലിക്ക് പോകാത്ത. എന്നിട്ട് നമ്മളതിന് പേര് കൊടുത്തിരിക്കുന്നത് എന്താണ്? അഹങ്കാരം. അല്ലയോ? ഇനി അങ്ങേപ്പുറത്തൊരു നല്ല വീടും കൂടെ വെച്ചാൽ തീർന്നു. അത് നമ്മുടെ വീടിനേക്കാൾ ഒരടിയും കൂടെ പൊക്കവും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അവിടെ നമ്മുടെ ഞങ്ങളുടെ പറമ്പ് പണിയെടുത്തോളാം, ഞങ്ങളുടെ പാത്രം കഴിയുള്ളേ ഉണ്ടോ, വീട് വെച്ചിരിക്കും, കൊട്ടാരം പണിതിരിക്കും. അതിന് മുമ്പ് കൂടെ പോകുമ്പോൾ ഇങ്ങനെ നോക്കത്തില്ല, ഇങ്ങനെ നോക്കും. പലരും ശരിക്കും ഇതൊക്കെ കർത്താവ് ഈ തിരുമേനിക്ക് ഈ സൂത്രമൊക്കെ എങ്ങനെ പറഞ്ഞു? ഞങ്ങളുടെ മനസ്സിലുള്ളതൊക്കെ അതുപോലെയാണല്ലോ പറയുന്നത്. ഇതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? എന്താ? അവനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും. അല്ലേ? ഒരുവൻ ദരിദ്രനായത് അവൻ്റെ കുറ്റം കൊണ്ടാണ്. അവൻ എവിടെ ജനിച്ചു വീണു എന്നുള്ളത് അവൻ്റെ നിശ്ചയമാണോ? അല്ല. ആണോ? ഞാനിത്തിരി കാശുള്ളവൻ്റെ വീട്ടിൽ ജനിച്ചു എന്നിരിക്കും, അപ്പോൾ വേറെ ആൾ ഇത്തിരി പാവപ്പെട്ടവന് വീഴും. അതുകൊണ്ടെന്താ? അവനും എന്നെ പോലെ തന്നെ ആകുന്നു, എൻ്റെ മക്കളെ പോലെ തന്നെ അവനും പഠിച്ചിരിക്കുന്നു, പഠിച്ചുയർന്നിരിക്കുന്നു, നല്ല ഉദ്യോഗം വാങ്ങിയിരിക്കുന്നു. എൻ്റെ ദൈവമേ നിനക്ക് സ്തോത്രം, സ്തോത്രം. പറയാൻ പറ്റുമോ? പറ്റില്ലെന്നേ. എന്നിട്ട് പറയാം, അവനൊരു കാറ് വാങ്ങിച്ച, ഓ കാറ്. ശരിക്കും തുണിയില്ലാതിരുന്ന, ഞാനത് കേട്ട അടുത്ത കാലത്ത്, അതുകൊണ്ടാണ് ഞാൻ പറയണം. ശരിക്കും തുണി പോലും എടുക്കാനില്ലാത്തവനാണ് ഇപ്പം കാർ വാങ്ങിച്ചു കിടക്കും. കാർ എന്തൊരു പുച്ഛത്തിലാണ് പറയുന്നത്. അവർക്ക് അനുഭവിച്ച് ദൈവമേ സ്തോത്രം. എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എന്നാലും ദൈവമേ നീ മഹാകൃപയാൽ അവന് കൊടുത്തല്ലോ. എടാ മോനെ, നിൻ്റെ കാറിൽ ഞാനൊന്നും കൂടെ കയറിക്കോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുരഭിമാനം വല്ലതും സമ്മതിക്കുമോ? പറ്റുമോ? കർത്താവ് പറഞ്ഞ് ഇതാണ് സംഭവിക്കാൻ പാടെന്ന്. എന്തെന്ന്? എളിയവരെ ഉയർത്തുന്നവനാണ് അവൻ. അല്ലേ? മറ്റവനെ തകർക്കുന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പറയുന്നില്ല. അതൊരു സോഷ്യൽ റെവല്യൂഷനാണ്. ഇനി മൂന്നാമത്തെ നടക്കുന്നത് എന്താണെന്നറിയാവോ? വിശക്കുന്നവരെ നന്മകളാൽ നിറയ്ക്കും. അത് എക്കണോമിക് റെവല്യൂഷനാണ്. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ ഇതൊക്കെ? അല്ലേ? ഒരു കാലത്ത് പട്ടിണി കിടക്കുന്നവൻ ഇന്ന് മൃഷ്ടാന ഭോജനം കഴിക്കുന്നു. അല്ലേ? എന്ത് ഭംഗിയായിട്ട് നല്ലോണം ഭക്ഷണം കഴിക്കുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നത് നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ അവനു വേണ്ടി ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം എന്ത് ചെയ്യണം? നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് വൻകാര്യങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവത്തെ പ്രകീർത്തിക്കുവാനുള്ള മനസ്സാണ് നമുക്കുണ്ടാകുന്നത്. രണ്ടാമത്തെ കന്യമറിയാമിൻ്റെ പാട്ടിൻ്റെ പ്രത്യേകത അതാണ്. അല്ലേ? ഒന്നാമത് എന്നെ രക്ഷിച്ച ദൈവത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വൻകാര്യങ്ങളെ പ്രവർത്തിക്കുന്നവനായ കർത്താവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ. മൂന്നാമത്തെ ഈ പാട്ടുകൾ കൊണ്ട് സാധിക്കേണ്ടത് മൂന്നാമത്തെ ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിപ്പാൻ തക്കവണ്ണം നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ് പാട്ട്. ഇപ്പം ഇറങ്ങിയിരിക്കും കുറേ പാട്ടുകളുണ്ട്. അല്ലേ? അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളാണ്. അല്ലേ? സാധു കൊച്ചുകുഞ്ഞു വയസ്സിലെ പാട്ടിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. അല്ലേ? ദുഃഖത്തിൻ്റെ പാനപാത്രം തമ്പരാൻ തന്നാൽ ഞാൻ സന്തോഷത്തോടെ വാങ്ങി പാനം ചെയ്യും. സ്തോത്രം. അവൻ അടിച്ചാലും അവനെന്നെ സ്നേഹം. ആ പാട്ട് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് 10 പ്രാവശ്യം പാടിയ ഇങ്ങനെ വേദനിച്ച് കിടക്കുന്നവന് ചാടും. ഇല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞു? പാട്ടുകൾ ഇങ്ങനെയാകണം. ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിപ്പാൻ തക്കവണ്ണം ശക്തീകരിക്കുന്നതാകണം പാട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അല്ലേ ദിവ്യ ഗാന അല്ലെ ഞായറാഴ്ചയായിട്ട് ആഘോഷിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായിട്ട് തീരുവാൻ സാധിക്കുകയും ഈ ഗാനങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉയരുന്നതോടൊപ്പം തന്നെ ആ ഗാനങ്ങളിലൂടെ ദൈവം തമ്പുരാൻ നമ്മെ വെല്ലുവിളിക്കുന്നത് ഉൾക്കൊള്ളുവാനും ആഴത്തിൽ ദൈവത്തെ സ്തുതിപ്പാനും സ്തോത്രം ചെയ്യുവാനും നമുക്ക് സാധിക്കും. അതിനിടയായിത്തീരുമ്പോഴാണ് നമ്മുടെ ക്വയറിൻ്റെ ഗാന ശുശ്രൂഷ
അർത്ഥവത്തായിട്ട് തീരും. ഇപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ചെറിയ പാർട്ടികളല്ല. ഇത്രയും വലിയൊരു ശുശ്രൂഷയാണ് ദൈവം നിങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്നത്. ആ ദർശനത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ, വിനയത്തോടുകൂടെ ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതരായി തീരുമെന്ന് മാത്രമല്ല, ഇടവകയും കേൾക്കുന്നവരും അനുഗ്രഹിക്കപ്പെടും.